ഹലോ, ഞങ്ങൾ അനിയത്തിയുടെ കൂട്ടുകൊണ്ടുവരൽ ചടങ്ങിന് പോവാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അവിടെ നിന്ന് എല്ലാവരും കൂടി 9 മണിക്ക് പോകണമെന്നാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങോട്ട് വരികയാണ് ചെയ്യുക. ഞാനും അമ്മയും ഏട്ടനും കുട്ടികളാണ് കേട്ടോ പോണത്. പിന്നെ ഞങ്ങളവിടെ നിന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, അവൻ ട്യൂഷനാണ് പോവായിരുന്നു. അപ്പം എന്നാൽ അവനെയും കയറ്റി കൊപ്പത്ത് ഇറക്കിയിട്ടോ. ഏട്ടൻ ട്യൂഷൻ സെൻ്ററിലേക്ക് ആക്കി കൊടുക്കുകയും ചെയ്തു. പിന്നെ സ്വത്തുമോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്മായിയും മേമാരും എല്ലാവരും വന്നിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ട്രാവലറിലാണ് പോണത്. ഒരു ട്രാവലറും ഓട്ടോയും പിന്നെ ഏട്ടൻ്റെ കാറ്, അച്ഛൻ സ്കൂട്ടിയിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ പോണത്. അപ്പോൾ എല്ലാവരും ട്രാവലറിലാണ് കയറി നിന്നിട്ട് ഇരുന്നിട്ടൊക്കെ പോയി. കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ട്രാവലർ ചിലപ്പോൾ പാട്ടൊക്കെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ സ്വത്തുമോൻ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. സ്വത്തുമോളാണെങ്കിൽ മണിക്കൂറിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തിട്ടോ. അവന് പിന്നെ മാമനെ കിട്ടിയാൽ അത് മതിയല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉണ്ണി അവിടെ അമർത്തി നിൽക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവളോടൊക്കെ സംസാരിച്ചിട്ട് അകത്തൊക്കെ കയറി എല്ലാവരും അവളെ കൈയൊക്കെ പിടിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചടങ്ങ് തുടങ്ങിയിട്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ ഈ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ വിഷ്ണു അനിയത്തി ആദ്യം ഇരുന്നു. വിഷ്ണു സിന്ദൂരം തൊട്ട് കൊടുത്തു, മദ്ദനം കൊടുത്തു, പിന്നെ ചന്ദനം തേച്ച് കൊടുത്തു കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അതാ വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും ഇരുന്നു കേട്ടോ. അവരും വള ഇട്ടെടുത്തു, മദ്ദനം കൊടുക്കും, ചന്ദനം കൊടുക്കുകയോ ഇട്ടെടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അതാ ചേച്ചിയും കുട്ടിയും ഹസ്ബൻഡൊക്കെ വളയൊക്കെ ഇട്ടെടുത്തു. പിന്നെ അതാ എൻ്റെ അച്ഛനും അമ്മയും മധുരം കൊടുക്കാനും ചന്ദനം തൊട്ട് കൊടുക്കുകയും വള ഇട്ടെടുക്കുകയും ചെയ്തിട്ടോ. ഇപ്പോഴല്ലേ ഇങ്ങനത്തെ ചടങ്ങൊക്കെ, ആദ്യമൊന്നും ഇങ്ങനത്തെ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നെ കൂട്ടി കൊണ്ടുപോകലൊന്നും ഇങ്ങനത്തെ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴല്ലേ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നത്. എല്ലാവരും 9-ാം മാസത്തും തമിഴ്നാട്ടിൽ ചെയ്യുന്ന ഒരു ചടങ്ങാണെന്നാണ് പറയുക. ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയല്ലോ. അച്ഛൻ്റെ അമ്മയുടെ കഴിഞ്ഞപ്പോൾ മണിക്കൂട്ട ഇരുന്നു കേട്ടോ. മണിക്കൂട്ട ഇരുന്നപ്പോൾ സ്വത്തുമോളും അവൻ്റെ ഒപ്പം പോയിട്ടോ. അവൻ പിന്നെ കുട്ടികൾ പിന്നെ അവൻ്റെ ഒപ്പം തന്നെയായിരുന്നു. പിന്നെ ഞാനും ഇരുന്നു. ഞങ്ങളും വളമിട്ടെടുത്തു, മധുരം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടോ. കുട്ടികളെയും കൊണ്ട് പിടിപ്പിച്ചു. അവർ ആകെ അന്തം വിട്ടിട്ട് നോക്കുക കേട്ടോ. ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അതുമല്ല, അവിടെ സീറ്റ്സൊക്കെ കണ്ടിട്ട് വേണം പറഞ്ഞിട്ട് സ്വത്തുമോളാണെങ്കിലും വേണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കുട്ടിക്കാണെങ്കിൽ പനിയാണ്, ഇതൊന്നും കൊടുക്കാനും പറ്റില്ല. പക്ഷെ അവൻ വേണം പറഞ്ഞിട്ട് വാശി പിടിക്കുകയായിരുന്നു. പിന്നെ അതാ സ്വത്തുമോളെ കൊണ്ടൊക്കെ മധുരം കൊടുപ്പിച്ചു കേട്ടോ. ഏട്ടൻ അങ്ങനത്തെ ചടങ്ങ് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അമ്മായിമാരാട്ടോ, മാമൻ്റെ ഭാര്യമാരാണേ. പിന്നെ ഇത് ഞങ്ങളുടെ കസിൻ്റെ, മാമൻ്റെ വീട്ടിലത്തെ കസിൻസ്, മേമൻ്റെ മക്കളും പിന്നെ മാമയുടെ മോളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴും സ്വത്തുമോൾ അവരുടെ കൂടെ പോയിരുന്നു കേട്ടോ. അവൾക്ക് പിന്നെ ചേച്ചിമാരെ കിട്ടിയാൽ അത് മതി. ചേച്ചിമാരുടെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. വണ്ടിയിലാണെങ്കിലും എൻ്റെ ഒപ്പം വന്നിട്ടില്ല, ചേച്ചിമാരുടെ അടുത്ത് തന്നെ കളിക്കൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതാ എൻ്റെ മേമമാരാണ് കേട്ടോ, എൻ്റെ അമ്മയുടെ അനിയത്തിമാരാണേ. വിഷ്ണുവിൻ്റെ ഏട്ടനും വൈഫും കുട്ടികളും, പിന്നെ എൻ്റെ അമ്മായിമാരുടെ അച്ഛൻ്റെ പെങ്ങന്മാർ പിന്നെ എൻ്റെ വലിയച്ഛൻ്റെ മക്കൾ എല്ലാവരും ഇരിക്കും, ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇതാ അമ്മയും മേമയൊക്കെയാണ്. പിന്നെ ഞങ്ങളത് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. റൈസും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് ഇഷ്ടമാണ് വിചാരിച്ചിട്ടാണ് ഇരിക്കായിരുന്നത്. പക്ഷെ അവർ കഴിച്ചില്ല കേട്ടോ. പനിയായ കാരണം പിന്നെ മധുരം കഴിച്ചതല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അവൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇതാ ദക്ഷിണ കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. മുതിർന്ന ആൾക്കാർക്കൊക്കെ ദക്ഷിണ കൊടുത്തിട്ട് ഇറങ്ങി. ആദ്യം വിഷ്ണുവിൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ കൊടുത്തു. പിന്നെ അവരുടെ അമ്മമ്മ, അച്ചച്ച, പിന്നെ അങ്ങനെ മുതിർന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് 12:30 ആകുമ്പോഴേക്ക് ഇറങ്ങണം എന്നാട്ടോ. അവിടുന്ന് 12:30 ആകുമ്പോഴേക്ക് ഇറങ്ങണം എന്നാണ്. വീട്ടിൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും കയറി കുഴപ്പമില്ല. ചേച്ചിക്ക് അമ്മായിക്ക് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാന്ന് കേട്ടോ അവൾ. പിന്നെ അതാ കാറിൽ കയറുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അച്ഛനും അമ്മയും ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ കയറുന്നതിൻ്റെ മുന്നേ വാതിലൊക്കെ തുറന്നിട്ട് വിളക്ക് കൊടുത്തിട്ട് വേണം ഇവിടെ അകത്തേക്ക് കയറ്റാൻ.